കുറച്ചുണ്ടല്ലോ. ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴക്കായിട്ട് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു ഫീലായിട്ട് ഇരിപ്പാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞ് അറിയിക്കാന്ന് വെച്ചിട്ടായിരുന്നു. വേറെ ഒന്നല്ല, നമുക്കിപ്പോ നമ്മുടെ വർക്കിന്റെ ഇതിൽ കുറെ ഫോൺ കോൾസ് വരുന്നുണ്ട്. നമ്മള് ജെന്യൂൻ ആയിട്ടുള്ളതിനൊക്കെ എടുക്കാറുണ്ട്. എല്ലാ കോളും നമ്മൾ ഒരുവിധം എടുക്കാറുണ്ട്. പക്ഷെ ഈ എല്ലാ കോളിന്റെ ഇടയിൽ നമുക്ക് കുറെ കളിപ്പേര് കോളുകൾ നമുക്ക് വരുന്നുണ്ട്. എന്തായാലും മുന്നൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മണിക്കൊക്കെ വിളിച്ച് ശല്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണുറങ്ങുന്ന ടൈമിലൊക്കെ വിളിക്കുക. അതായത് വർക്കിന്റെ എന്ത് സംബന്ധമായിട്ടുള്ളതും നമുക്ക് പകല് ഒരു ഓഫീസ് ടൈം പോലെ നമ്മൾ കണക്കാക്കുക. ഒരു 8 മണി 9 മണി വരെ മാക്സിമം നമ്മള് ഈ വർക്കിന്റെ കാര്യത്തിന് 10 മണിക്ക് വിളിച്ചാലും കുഴപ്പമില്ല. 2 മണിക്കൊക്കെ ഇതും വർക്കിന്റെ അല്ലേ, മിണ്ടാതിരിക്കുക. വിളിച്ചിട്ട് ഒരു മിനിറ്റ് മിണ്ടാതിരിക്കുക. എന്താ പറയാ, നമ്മൾ എത്ര ഹലോ പറഞ്ഞാലും മിണ്ടില്ല, വീണ്ടും വിളിക്കുക. അപ്പൊ നമ്മൾ കട്ടി പിന്നെ വീണ്ടും വിളിച്ചിട്ട് ഇതന്നെ കണ്ടിന്യൂസ് ചെയ്തൊന്നും പെട്ടെന്ന് ദേഷ്യം കയറും. പ്രത്യേകിച്ച് ഇവന് ദേഷ്യം വന്നില്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. കാരണം നമ്മളിങ്ങനെ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവളെ എഴുന്നേക്കും. ചിലപ്പോൾ അവളടുത്ത് തിരിഞ്ഞു പോയി അവളെ എഴുന്നേക്കും. പിന്നെ നമ്മൾ ഇവളൊന്നും ഉറങ്ങണവർക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണേ. അപ്പൊ ഒന്നങ്ങനെ 2-3 ശബ്ദമായിരുന്നു. മെയിനായിട്ട് കണ്ടിന്യൂസ് നൈറ്റ് വിളിക്കുക. അപ്പോൾ നമ്മൾ നോർമൽ കോൾ നോക്കാതെ വാട്സപ്പ് കോൾ ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. പിന്നെ കുറെ തമിഴന്മാരൊക്കെ വേറെ സമൃദ്ധി നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ നന്നായിട്ട് തമിഴ് വരെ സംസാരം പഠിച്ചു. കാരണം ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് അവരായിട്ടൊരു നല്ലൊരു ഇതായി. ഇപ്പൊ അത് നമുക്ക് ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് വിഷയമില്ല. അത് ഈ തെറ്റായ രീതിക്ക് വിളിക്കണവരാകുമ്പോ നമുക്ക് ചീത്ത വിളിച്ചാൽ നോക്കില്ല. ഈ കുട്ടികളും പിന്നെ ആരാന്നറിയാതെ കുറെ ആൾക്കാരും വിളിക്കുമ്പോൾ അവരെ ചീത്ത വിളിക്കാനും പറ്റുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സംസാരിച്ച് റിപ്ലൈ കണ്ടില്ല. നമ്മൾ പൊട്ടന്മാരെ അല്ലൊന്നും പറഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് പെട്ടെന്ന് ദേഷ്യം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദേഷ്യം മള്ളി മനസ്സിനുള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കേണ്ട അവസ്ഥ. കാര്യമായിട്ട് നമ്മളൊരു രാത്രിയൊക്കെ നമുക്കൊരു ഫോൺ കോൾ വരുമ്പോ മുന്നുള്ള അമ്മമാർക്കറിയാം, കോള് വന്നാൽ ഓണബൽ എന്താ ടീച്ചർ പറഞ്ഞു പോയാൽ മതി, ഇവർക്ക് എഴുന്നേക്കുക. ഒരു കാരണം നോക്കി ഇരിക്കുക, എഴുന്നേക്കുന്നുണ്ട്. പിന്നെ എഴുന്നേറ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരെ ഉറങ്ങുക. ഇവരുറങ്ങുന്ന ടൈമുകളിലൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ചിലപ്പോ ഇവളെ ഉറക്കി വരുമ്പോ എനിക്ക് വർക്കിന് പോകുന്ന ടൈമാണ്. അപ്പൊ എന്റെ അന്നത്തെ ഒരു തുറക്കം കഴിഞ്ഞു. അങ്ങനെയുള്ളത് വരുമ്പോ നാളെ 1 ടേബിള് വരും. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം കാര്യങ്ങളും വരും. ഇന്ന് ഇതേപോലെ ഒരു കേസ് ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പറയണം, കാരണം അല്ലെങ്കിൽ ശരിയാവില്ല. കോള് വന്നിട്ട് ആദ്യം ഇവ എടുത്തു, മിണ്ടില്ല. രണ്ടാമതും വിളിച്ചു, രണ്ടാമത് വിളിച്ചപ്പോഴും ഇവെടുത്തു, മിണ്ടില്ല. അപ്പൊ കട്ട് ചെയ്തു. അപ്പൊ വിചാരിച്ചു ഇനി എടുത്തോക്ക്. ചിലപ്പോ ചിലവർക്ക് ആണുങ്ങളോട് ആണുങ്ങൾ എടുക്കുമ്പോ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ വിളിച്ച് എന്നോട് കാര്യം പറയണവരുണ്ടാവാറുണ്ട്. വർക്കിംഗ് ഡേയ്സ് ഒക്കെ ഒരു മിനിറ്റ് വർക്കിംഗ് ഡേയ്സ് ഒക്കെ പറയണവരുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ചിലപ്പോ അതിന്റെ നീ എടുത്തോക്ക്, നീ എന്നോട് ചിലപ്പോൾ സംസാരിക്കുന്നതായിരുന്നു. അപ്പൊ ഞാൻ നീ ഒന്ന് കാണുന്നോ, നീ ഡ്രസ്സൊക്കെ. അപ്പൊ ഞാൻ എടുത്തിട്ട് ഹലോ പറഞ്ഞപ്പോ മിണ്ടണമെന്നില്ല. പിന്നെ 2-3 പെൺകുട്ടികളെ ഭയങ്കര ചിരിക്കുക. ഈ കലക്കിൽ എടുത്തിട്ട് ഈ ഹലോ നമ്മള് ഹലോ ഹലോ എന്ന് പറയുമ്പോ കേട്ടിട്ടുള്ള കലക്കില് ചിരി. ഞാൻ ഹലോ പറഞ്ഞു. അപ്പൊ താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ എന്ന് പറയുമ്പോ നിങ്ങളെന്താ അവർക്ക് പൊട്ടന്മാരാക്കണ വെച്ചു. പെട്ടെന്ന് ദേഷ്യം കയറും. ഞാൻ പാത്രം പറഞ്ഞോടത്തുനിന്ന് വന്നത് നിങ്ങളെന്താ ആളെ പൊട്ടനാക്കാന്ന് ചോദിച്ചപ്പോ പിന്നെ അവിടെ മിണ്ടാട്ടില്ല. അപ്പൊ വീണ്ടും ഹലോ ഹലോ പറഞ്ഞു. ഒരാളും മിണ്ടിയില്ല. ഞാൻ കട്ട് ചെയ്തു. വീണ്ടും അപ്പം 2 മിനിറ്റ് എനിക്ക് അപ്പനെ ഇവര് വീണ്ടും വിളിച്ചു. അപ്പൊ ഇവനെ ഫോടുത്തു. അപ്പൊ എടുക്കും പറഞ്ഞു ഇനി ഞാൻ വെച്ചിട്ടുണ്ട്. ഇവൻ ചീത്ത വിളിക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് ഫോടുക്കണം. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പെറ്റിക്കലും കല്യാകാരും മൈൻഡില് വിളിക്കണവരാന്ന്. അപ്പൊ എടുത്തപ്പോ ഇവനോട് എന്താട്ടാ നാളേക്ക് സിമ്പിൾ മാറ്റിയപ്പോ നാളേക്ക് വർക്കുണ്ടോ, നാളെ വന്ന് ചെയ്തുതരാൻ നാളെ നമുക്ക് വർക്കുണ്ടോ, നാളെ അവർക്കൊന്ന് പരിപാടി ചെയ്തുതരാൻ പറ്റില്ല. അത് ചീത്തയാക്കാതിരിക്കാനുള്ള പരിപാടിയാണ്. നമ്മളാ നമ്പർക്ക് വീണ്ടും കോൾ ചെയ്താലോന്ന് വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഞാൻ വിളിച്ചു, എടുക്കണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. വിളിച്ചിട്ട് ഇത് പറഞ്ഞു നിങ്ങൾക്ക് നാളെ നമുക്ക് നാളെ വർക്കുണ്ട്. നാളെ നമുക്ക് വർക്കുള്ളതുകൊണ്ട് പിന്നെ അവരെടുത്താൽ കളറുന്നില്ല. അല്ലേ ചീത്തയാക്കണ്ടാച്ചിട്ട് ഇപ്പുറത്ത് പറഞ്ഞുള്ള കേസാണ്. നമുക്ക് വർക്കുണ്ട്, നമ്മളതാളെ നിർത്തി. പിന്നെ അങ്ങനെ അത് അല്ല വീണ്ടും വിളിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന കേസ് ഞാൻ ഒരിക്കൽ പറഞ്ഞു നാളേക്ക് നമുക്ക് ഡേറ്റ് ബ്ലോക്ക് ആണ്, നാളെ അല്ല കുറച്ച് ദിവസത്തേക്ക് ഈ ഒരാഴ്ച നമുക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് ഇതന്നെ ചോദ്യം നാളേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഞാൻ കാര്യം ചോദിച്ചത് എന്താണ്, അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ കാണാം, നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എപ്പോഴും ഞാൻ പറയാം, അല്ല അതെന്തോ ആയിക്കോട്ടെ, നമ്മള് എപ്പോഴും ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്കൊരു വർക്കിന്റെ കാര്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന്റെ ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്കിൽ നമ്പർ കൊടുത്തത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് വർക്കുമായിട്ട് സംബന്ധിച്ച് എന്തുണ്ടെങ്കിലും നിങ്ങൾ വർക്കിന്റെ കേസ് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞങ്ങൾ പറയണമെന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ട് അല്ലാതെ നമ്മളോട് നമ്മളെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലർ നമ്മളെ റേറ്റ് കുറവാന്ന് വെച്ചിട്ട് വിളിക്കുന്നവരുണ്ട്, ചിലർക്ക് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ചിലർ വിളിച്ചിട്ട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോണവരുണ്ട്. ഈ വിളിക്കുമ്പോ അവർക്ക് ആദ്യമേ ചിന്തിച്ചാൽ മതി, നല്ലവരെ വിളിച്ചാൽ മതി. വിളിച്ചതിന്റെ റേറ്റ് ചെയ്തിട്ട് വേറെ നല്ലത് കൊടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ല അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മളൊരു നമ്പർ ഇട്ടു എന്ന് വെച്ചത് വർക്ക് സംബന്ധമായുള്ള എല്ലാ ഡീറ്റെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് റേറ്റ് അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. അല്ലാതെ നമ്മൾ വിളിച്ചിട്ട് ഈ ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു നമ്മൾ തന്നെ ആവും അല്ലെങ്കിൽ പൊന്നുമാവും ഫോൺ എടുക്കണ്ടാവും. എടുക്കണ്ടെങ്കിൽ നിങ്ങൾ ആരെ ആയിക്കോട്ടെ കാര്യം ചോദിക്കാനുള്ള ഞാൻ ഫസ്റ്റ് തന്നെ ഹലോ അഞ്ജന മേക്കോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ അഞ്ജന മേക്കോറിക്ക് തന്നെയാണ് ഈ ഫോൺ വന്നു കൊടുക്കണേ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് ചോദിക്കാം എന്താ കാര്യം എന്നുള്ളത്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിളിക്കുക അതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ. പിന്നത്തെ ഒരു കേസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളോട് ഓപ്പൺ ആയിട്ട് തന്നെ അറിയിച്ചാട്ടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനാണ്. അപ്പൊ ഞാൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വിളിക്കണതിലൊന്നും ഒരു വിഷയമോ കാര്യങ്ങളോ. പക്ഷെ കളിപ്പിക്കാനായിട്ട് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം എന്താ പറയുക, നമ്മള് പൊട്ടന്മാരാണ്, നമ്മള് എന്താന്ന് അറിയാക്കാനാണ് ഈ അല്ലോ അല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെ ഈ പൊട്ടന്മാരാക്കണ പോലെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വന്നു. പിന്നെ ഒത്തിരി കേസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു ഇതാണ് ഇപ്പൊ പറയേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് പറയാന്ന് വെച്ചാൽ നമുക്കൊരു വർക്കിന് വിളി എൻക്വയറി ഒക്കെ കുളിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അഡ്വാൻസിന്റെ എല്ലാ ഇത് പറഞ്ഞു റേറ്റിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ട് പിറ്റത്തെ ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ പ്രതീക്ഷിച്ച് ഇത് കിട്ടണം എന്ന് വെച്ചിട്ട് ഇരിക്കണമെന്നല്ല. നമ്മള് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മളൊരൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കണം നിങ്ങൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. ഓക്കെ ശരി ചേച്ചി അന്ന് ക്യാൻസൽ ചെയ്യുക, അത് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുക നിങ്ങളെ വർക്ക് ശരിയല്ല, ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അപ്പൊ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ലേ, വർക്ക് വേണ്ടെങ്കിൽ ഓക്കെ. അല്ല അത് ആ ചേച്ചിനെ ആദ്യം പറഞ്ഞു നിങ്ങളെ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഈ റേറ്റും കാര്യം. പക്ഷെ എന്തോ ചർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്ര റേറ്റിന് വേണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മതി ചേച്ചി, ഒരു കുഴപ്പമില്ല. നമ്മള് പിന്നെ നമ്മള് വിളിച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്യാ. ഞാൻ പറഞ്ഞു ചേച്ചി ഓക്കെ കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് വിട്ടു, നമുക്ക് സ്ഥിരം നമ്മൾ അറിയണാണല്ലോ. നമ്മൾ ഓക്കെ ചേച്ചി ഓക്കെ ഏട്ടാ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞപ്പോ വിട്ടു. വീണ്ടും ഇത് നിങ്ങളെ അങ്ങനെ. പക്ഷെ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരാള് എന്റെ രണ്ടാൾക്കാരിലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തരാണ് ഞാൻ നിങ്ങൾക്ക് വർക്ക് തരാം. നമ്മൾ പറഞ്ഞു ശരിക്കും പറഞ്ഞ ആ ഒരു റേറ്റ് നമ്മള് വർക്കിന്റെ മാത്രം റേറ്റാണ് അല്ലോ. ആ പെൺകുട്ടിക്ക് 2 സെക്കൻഡ് സാരികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്, കുറച്ച് ലോങ് ആണ് ഇവിടുന്ന്. ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളെ പാക്കേജിന്റെ റേറ്റ് ആയിട്ട് നോർമൽ റേറ്റിൽ അവർക്ക് അച്ചടി ചെയ്ത് കൊടുക്കണം, ഈ എല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ട്രയൽ എക്സ്പെൻസ് എല്ലാം ഇൻക്ലൂഡിങ് ആക്കിയിട്ട് എത്ര എമൗണ്ട് പറഞ്ഞു അതിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ എമൗണ്ട് നമുക്ക് പറയാത്തോണ്ടാണ് അതിൽ ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ ചവരേക്ക് എടുത്തോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാവും? നമ്മള് ഇത്ര കുറച്ച് ചെയ്ത് നമ്മൾ ഈ ചന്തയിലെ വിട്ട് വില പേശറ പോലത്തെ പരിപാടികളാണ്. അത്രയ്ക്ക് ചെയ്തു തരാൻ പറ്റും, ഇത്രയ്ക്ക് ചെയ്തു തരാൻ പറ്റും. കുറെ പേരൊക്കെ നല്ല ഡീസന്റ് ആയിട്ട് ചോദിച്ചു വന്ന് പോണവരുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അല്ല ഇത് ഒരിക്കലും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഇതല്ല. നമ്മളൊരു റേറ്റ് പറയണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മള് പുലർച്ചെ ഈ 1 മണി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് വരിക, നമ്മുടെ പ്രോഡക്റ്റിന്റെ റേറ്റ് നമ്മുടെ സമയം നമ്മളെ കാത്തുനിന്ന് ഇവിടെ ആക്കിയിട്ടാണ് നമ്മൾ വരുന്നത്. നമുക്കൊക്കെ നോക്കണം. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, അതിന് നല്ലൊരു എമൗണ്ട് ഉള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങളെ ബേസിക്കായാലും എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യും നമ്മളെ പാക്കേജ് ഇതാണ്. ചിലപ്പോൾ നമുക്ക് വരിക നമ്മൾ കുറച്ച് റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പല റേറ്റിൽ കയറും. പക്ഷെ എന്നാലും ഇപ്പൊ എത്രയൊക്കെയാണ് ബുക്ക് ചെയ്തത് അവർക്ക് ആ റേറ്റിന് തന്നെയാണ് കൊടുക്കുക. ബാക്കി സെക്കൻഡ് റേറ്റ് വരുന്നവർക്ക് മാത്രമാണ് ആ റേറ്റ്. അവിടെ നമ്മൾ റേറ്റ് മാറ്റിന്ന് വെച്ചിട്ട് അവിടെ പഴയ റേറ്റ് പുതിയ റേറ്റ് വാങ്ങാറൊന്നുമില്ല. നമ്മൾ ഏതിലാണോ അവര് ബുക്ക് ചെയ്ത് ആ റേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അതിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.
അല്ലാതെ നമുക്ക് പുതിയ റേറ്റാ പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ വാശി പിടിക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏതാണ് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കാരണം പ്രോഡക്റ്റിന്റെ ആയാലും നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ കാര്യത്തിൽ നമ്മളൊരു വാല്യൂ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാറുണ്ട്. എല്ലാ കാര്യത്തിലും, വർക്കിന്റെ കേസിലായാലും എല്ലാ കാര്യത്തിലായാലും. അപ്പോൾ അതിനുള്ളൊരു എമൗണ്ടാണ് നമ്മൾ പറയുന്നത്. അത് ബാർഗൈൻ ചെയ്തിട്ട് ഇതാക്കാനുള്ളതില്ല. അതിന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ കേസ്. പിന്നെ അത് വിളിച്ച് പറഞ്ഞ ജാഡായിട്ടോ കാര്യങ്ങളൊന്നും തന്നില്ല. നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ ഉണ്ണിക്ക് പുറങ്ങാൻ പോലും പറ്റില്ല. അറിയില്ല ഫോണേക്ക് എടുത്തിട്ടില്ല. പിന്നെ ബേബിയുടെ പെട്ടിയിൽ ബേബിയുടെ ഫൗണ്ടേഷൻ ഇല്ലടാ. ആ ഫൗണ്ടേഷൻ വെച്ചിട്ടാണല്ലോ. നോക്കി നോക്ക്. ഞങ്ങൾ എടുത്തിട്ടില്ലടാ. അവന് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചു എന്ന് പറയുന്നത്. അവൻ ഫൗണ്ടേഷൻ ഇട്ട് പുറത്തു പോകുമ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മള് അങ്ങനത്തെ പരിപാടി. ഈ തമാശ ഒന്നും പറയണ്ട കേട്ടാ. കുഞ്ഞെടുത്തിട്ട് മാറ്റിപ്പിയാണെങ്കിൽ കുഞ്ഞ് വല്ല റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അത് എറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ അങ്ങനെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും. മാക്സിമം വർക്കിന്റെ ആവശ്യങ്ങൾക്ക് വിളിക്കാൻ നോക്കുക. കാരണം ഉണ്ണിക്ക് ഉച്ചയ്ക്ക് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ നോർമൽ കോളുകൾ കുറച്ച് വലുതായി വരുമ്പോ അതിന്റെ ശീലക്കേടും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ അതേ ഫോൺ കോളും കൂടി വരുമ്പോ അവള് നിൽക്കുക. അനാവശ്യ ദിവസം നമുക്ക് സങ്കടം വരും. നമുക്കൊരു വർക്ക് കിട്ടുന്ന നമുക്ക് സന്തോഷമാണ്. അതിൽ എത്രത്തോളം കഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ വറക്കൂല്ല. എന്ന് വെച്ചാ നമ്മളെ പൊട്ടന്മാരായിട്ട് അങ്ങനത്തെ കേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നത്തെ കേസ് ഒരു ഇതാണ്, ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം. നമുക്ക് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന് ആവശ്യമുണ്ട്. പ്രൊഫഷണൽ ആളായിട്ട്, അല്ലാതെ അറിയ ചേച്ചിയെ എനിക്കിങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകണവരെയാണ് നമുക്ക് ഇതിന് ആവശ്യം. നമുക്ക് അതിന്റെ മുകളിൽ റിസ്ക് എടുക്കാണ്. കാരണം നമ്മളെ ബ്രൈഡ്സിനെ എപ്പോഴും നമുക്ക് നന്നാക്കാനാണ് ഞങ്ങൾ നോക്കാറ്. നമുക്ക് സ്പീഡ് ആക്കാനാണ്. നമ്മള് 1, 2, 3 വരുമ്പോ നമുക്ക് ടൈമിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരാളെ ഇതാക്കി കഴിഞ്ഞാല് അതിനുള്ള ടൈം നമുക്ക് അവിടെ മാക്സിമം കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അതിന് പിന്നെ വേറെ കാര്യങ്ങളും പറഞ്ഞു തരാം. വേറെ കേസ് കൂടെ ഉണ്ട്. അത് നീ അന്ന് വീഡിയോ എടുക്കാണോ? അത് അന്ന് റിവീൽ ചെയ്യാലോ, അന്ന് പറയാം. ഇവര് ക്ലാസ് നമ്മൾ സാധാരണ മേക്കപ്പിന്റെ ഹെയർ സ്റ്റൈലിന്റെ ക്ലാസ്സിന് നമ്മളൊന്നും എടുക്കാറില്ല. പക്ഷെ ഇത് ഞങ്ങൾ കുറെ നാളെ ആഗ്രഹിച്ചൊരു കേസാണ്. അതെനിക്ക് പോകാൻ വെച്ചു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് വർക്കിലുണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല. ആ ക്ലാസ്സിന് ഈ പ്രാവശ്യം പോകുന്നത് അത് കണ്ടപ്പോ എന്നെ ചിലർക്ക് മനസ്സിലായത് ഫുൾ ടൈം ഇങ്ങനെ പ്രാക്ടീസാണ്. അപ്പൊ നമ്മള് വർക്കിന്റെ കുറെ അപ്ഡേഷൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മള് എല്ലാവരും ചിന്തിക്കുന്ന വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറണമെന്നാണ് നമ്മൾ. അതിന് വേണ്ടിട്ട് തന്നെയാട്ടോ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായാലും പഠിക്കാനായാലും ഞങ്ങള് ഇതിന് നിൽക്കണത്. അപ്പൊ അവിടെ ഞങ്ങള് കൊറേ എഫേർട്ട് എടുക്കും. അതിൽ ഞങ്ങൾക്ക് വിജയിക്കണം തന്നെയാണ്. അപ്പൊ ഇനി മുതൽ ഞാനായിരിക്കും. അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈലിൽ ഒരാളെ എന്തായാലും വേണം. നമുക്ക് നമ്മുടെ മെസ്സേജ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലേക്ക്. അപ്പൊ നമ്മൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അറിയണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോണവരുണ്ടെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആള് മാറി ആള് എന്താ പറയാ ഡ്യൂട്ടി മാറ്റി വേറെ ഡ്യൂട്ടിയിലേക്ക് ഞാൻ വേറെ ഇതിലേക്ക് ചേഞ്ച് ആവാൻ പോവാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പുതിയൊരാളെ ആവശ്യമുണ്ട്. അപ്പൊ ആ ജോലിക്ക് അറിയണ ഒരാള് ഇങ്ങനെ വർക്കിന് പോണവരായിക്കോട്ടെ, എന്തെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നമുക്ക് അതിന്റെ ആവശ്യം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക്. ഇനി നമുക്ക് ആവശ്യമുണ്ട് നമുക്കൊരു ആളെ ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ചില നേരത്ത് മൂടും കാലൊക്കെ വേണം. എല്ലാരും ടാറ്റ എടുക്കാൻ പറയുമ്പോഴും കൊടുക്കും, അവസാനം കൊടുക്കും. അതേപോലെ ഇന്നലെ ഞങ്ങള് സാധനം മേടിക്കുന്ന ഷോപ്പയ്ക്ക് പോയപ്പോ ആ ചക്കൻ ഡ്രസ്സൊക്കെ കഴിയുമ്പോ ഭയങ്കര ഇഷ്ടായിട്ടാ. കാരണം ആള് നമ്മള് പോലും പ്രതീക്ഷിച്ചില്ല. നമ്മള് പറഞ്ഞിട്ടൊന്നല്ല കേട്ടാ. പെട്ടെന്ന് ഇങ്ങനെ അവളെ തന്നെ താറ്റ് കൊടുത്തിട്ട് പോകുന്നു. അല്ലോ
അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ രണ്ടാളും ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഒന്ന് അഞ്ജന അനിൽകുമാർ ഷെബിൻ ബാബു, ഈ രണ്ട് ഇതിക്കും അഞ്ജന മേക്കോർ, അങ്ങനെ 3 ഇൻസ്റ്റാഗ്രാമുള്ള 3 ആയിരിക്കും. അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം. നമുക്ക് ഉള്ള വർക്കിന് ആവശ്യമാണ്. അപ്പൊ ഞാൻ സ്ഥാനം മാറുകയാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ പകരത്തിനായിട്ട് ഇനി ഒരാളെ കയറ്റണം. അപ്പൊ ആരെങ്കിലും മെസ്സേജ് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ചെറിയ വീഡിയോ, ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ. ഇങ്ങനെ കാണിക്കും.